നമുക്കറിയാം എവിടെ നിന്ന് ഇതാണ് ഈസ്റ്റ്, പസഫിക് ഓഷ്യൻ്റെ ഈസ്റ്റ് പോർഷൻ ഇതാണ്, പസഫിക് ഓഷ്യൻ്റെ വെസ്റ്റ് പോർഷൻ ഇവിടാണ്. സർഫസിൽ നിന്ന് ഒരു നിശ്ചിത ആഴം വരെ വാം വാട്ടർ, ചൂട് ജലമുള്ള സ്ഥലം അല്ലെങ്കിൽ ഉഷ്ണജലമുള്ള സ്ഥലം, താഴോട്ട് കോൾഡ് വാട്ടർ. 2025 അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ലാനിന എന്നൊരു പ്രതിഭാസം ഭൂമിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും അത് കുറച്ച് മാസങ്ങൾ നീണ്ടു നിൽക്കുമെന്നും ഒക്കെ കാലാവസ്ഥാ ഏജൻസികളുടെ വാർത്തകൾ, റിപ്പോർട്ടുകൾ വന്നിരുന്നു. വാർത്താ ചാനലുകൾ മുഴുവൻ ലാനിന വരുന്നു, ഇന്ത്യയിൽ തണുപ്പ് കൂടും, അതിശൈത്യത്തിൻ്റെ വർഷമാണ് വരാൻ പോകുന്നത് എന്ന തരത്തിലുള്ള വാർത്തകൾ കൊണ്ട് നിറഞ്ഞായിരുന്നു അല്ലേ. ശരിക്കും പണി വരുന്നുണ്ട് അവറാച്ച എന്ന് പറയുന്നത് പോലെ ലാനിന നമ്മുടെ വിൻ്ററിന് ശേഷം മൺസൂണിലാണ് ശരിക്കുമുള്ള പ്രശ്നമാകാൻ സാധ്യത കൂടുതലുള്ളത്. വിൻ്ററിൽ തീർച്ചയായിട്ടും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ലാനിന എന്ന പ്രതിഭാസം ഇന്ത്യയെ സംബന്ധിച്ച് അത് നമുക്ക് വിൻ്റർ സീസണിലും അഫക്റ്റഡ് ആവും. ലാനിനയുടെ പ്രശ്നങ്ങൾ നമുക്ക് മൺസൂൺ സീസണിലും ഉണ്ടാവും, മഴക്കാലത്തും ഉണ്ടാവും. ലാനിനയുടെ മഴക്കാലത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറച്ചും കൂടെ കൂടുതൽ നമ്മളെ സംബന്ധിച്ച്, കേരളത്തെയൊക്കെ സംബന്ധിച്ച് കൂടുതൽ അഫക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ച് ലാനിനയുടെ വിൻ്ററും അറ്റ് ദ സെയിം ടൈം ലാനിനയുടെ മൺസൂണും അവർക്ക്, അല്ലെങ്കിൽ ലാനിനയിൽ നിന്നുണ്ടാകുന്ന ഈ എഫക്റ്റുകൾ കൊണ്ട് വിൻ്റർ സീസണും മൺസൂൺ സീസണും അഫക്റ്റഡ് ആവും നോർത്ത് ഇന്ത്യയിൽ. സൗത്ത് ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് വിൻ്റർ അത്രയും പ്രശ്നമില്ലെങ്കിലും മൺസൂൺ സീസൺ കാര്യമായ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരും തണുപ്പ് കൂടുന്നത് ലാനിന കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. മഴ ഈ വർഷം വരുന്ന വർഷം കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളത് ലാനിന കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതെന്തുകൊണ്ടാണെന്ന് ആരും പറയുന്നില്ല. ഇതിൻ്റെ പിന്നിലുള്ള സയൻസ്, അത് കുറച്ച് ഈ വിഷയവുമായിട്ട് ഇഷ്ടമുള്ള, ഈ വിഷയത്തെപ്പറ്റി, സബ്ജക്റ്റിനെ പറ്റി കൂടുതൽ അറിയുന്ന, പ്രത്യേകിച്ച് PSC പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കായിരിക്കും കൂടുതൽ വശമുള്ളത്. നമുക്കിന്ന് ഇതിൻ്റെ സയൻറ്റിഫിക് കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ലാനിനെ പറ്റി മനസ്സിലാക്കുന്നതിന് മുമ്പായി എൽനിനോയും ന്യൂട്രൽ ഫേസും, ലാനിനയുടെയും എൽനിനയുടെയും ന്യൂട്രൽ ഫേസും നമ്മൾ പഠിക്കണം. ഇതൊക്കെ സ്പാനിഷ് വേർഡ്സാണ്. ലാനിന, എൽനിനോ ഒക്കെ സ്പാനിഷ് വേർഡ്സാണ്. ഇപ്പോൾ എൽനിനോ എന്ന വാക്കിൻ്റെ അർത്ഥം ഉണ്ണിയേശു എന്നാണ്, ക്രൈസ്റ്റ് ചൈൽഡ്, ചെറിയ ആൺകുട്ടി, അല്ലെങ്കിൽ ക്രൈസ്റ്റ് ചൈൽഡ്, ഉണ്ണിയേശു എന്നൊക്കെ എൽനിനോ എന്ന വാക്കിൻ്റെ അർത്ഥങ്ങൾ വരാറുണ്ട്. ലാനിന എന്ന് പറഞ്ഞാൽ ചെറിയ പെൺകുട്ടി, ബാലിക എന്നാണ് ലാനിൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ലാനിനയിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് ഇന്ത്യയിൽ എന്തുകൊണ്ട് ഈ വർഷം തണുപ്പ് കൂടുന്നു, അല്ലെങ്കിൽ വരുന്ന വർഷം മൺസൂണിൻ്റെ എഫക്റ്റ് എന്തുകൊണ്ട് കൂടുന്നു എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ഇതിന് മുമ്പുള്ള ന്യൂട്രൽ ഫേസും എൽനിനോയും നമുക്ക് പഠിക്കാം. അപ്പോൾ ലാനിന കണ്ടീഷൻ പ്രിവെയിൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ നോർമൽ അല്ലെങ്കിൽ ന്യൂട്രൽ ഫേസ് എന്താണ് എന്ന് പഠിച്ചിട്ട് നമുക്ക് വരാം. നോക്കിയേ, ഭൂമിയിൽ എവിടെയാണ് എൽനിനോയും ലാനിനോയൊക്കെ അനുഭവപ്പെടുന്നതെന്ന് ആദ്യം പഠിക്കണം. ഏത് ഭാഗത്തായിട്ടാണ് എൽനിനോയും ലാനിനയും ഒക്കെ അഫക്റ്റ് ചെയ്യപ്പെടുന്നത്? പസഫിക് ഓഷ്യനിലാണ്, പ്രത്യേകിച്ച് ഇക്വട്ടോറിയൽ പസഫിക് ഓഷ്യൻ അല്ലെങ്കിൽ സദേൺ പസഫിക് ഓഷ്യൻ. ഒന്നുകൂടെ പറയാം, എവിടെയാണ്? പസഫിക് ഓഷ്യൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇക്വട്ടോറിയൽ പസഫിക് ഓഷ്യൻ അല്ലെങ്കിൽ സദേൺ പസഫിക് ഓഷ്യൻ. അപ്പോൾ ഏതൊക്കെ ഭൂഖണ്ഡങ്ങൾ അഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടാവാം? തീർച്ചയായിട്ടും സൗത്ത് അമേരിക്ക, ഇവിടെ ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ വരുന്നതുകൊണ്ട് ഈ ഭാഗം ഏഷ്യ, നോർത്ത് അമേരിക്കയുടെ വളരെ കുറച്ച് ചെറിയ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ആ തെക്കൻ ഭാഗങ്ങൾ. ഇത്രയും സ്ഥലങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലിനോടെയും ലാനിനയുടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഇവിടെയാണ്. നോക്ക്, ഒരു ന്യൂട്രൽ ഫേസിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ആദ്യം പറഞ്ഞതിന് ബാക്കിയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ എൽനിനോ, ലാനിന പോലെയുള്ള പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നത് പസഫിക് ഓഷ്യനിലാണ്. പസഫിക് ഓഷ്യൻ്റെ അതിരിലായിട്ട് വരുന്ന ഭൂഖണ്ഡങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ഭൂഖണ്ഡങ്ങളിലായിരിക്കും ഈ പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ അഡ്വൈസ് ആയിട്ട് അഫക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഭൂഖണ്ഡം എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയാണ്, തെക്കേ അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ ഓസ്ട്രേലിയ, ഏഷ്യയൊക്കെയാണ് കൂടുതൽ അഫക്റ്റ് ആകുന്നത്. ഏറ്റവും ലീസ്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഭൂഖണ്ഡമാണ് നോർത്ത് അമേരിക്ക. മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ സമുദ്ര ഉപരിതലത്തിലുണ്ടാകുന്ന താപനില, അതിനുണ്ടാകുന്ന വ്യത്യാസം, സമുദ്ര ജല ഉപരിതലത്തിൻ്റെ താപനിലയിലുണ്ടാകുന്ന വ്യത്യാസമാണ് എൽനിനോ, ലാനിന പോലെയുള്ള പല പ്രതിഭാസങ്ങൾ രൂപപ്പെടാൻ കാരണം. പ്രത്യേകിച്ച് പസഫിക് സമുദ്രത്തിലെ സമുദ്ര ഉപരിതലത്തിലുണ്ടാകുന്ന താപനിലയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ. ക്ലിയർ? ഇനി അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ, ഇതിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതിതാണ്, ഭൂമിയിലെ പ്രധാനപ്പെട്ട കാറ്റ്, പ്രത്യേകിച്ച് ഈ പറഞ്ഞ പസഫിക് സമുദ്രത്തിൻ്റെ തെക്ക് ഭാഗത്ത് ഇക്വട്ടോറിയൽ റീജിയനിലൊക്കെ ഉണ്ടാകുന്ന കാറ്റ് ഏതാണെന്ന് നമുക്കൊന്ന് ആദ്യം പഠിക്കണം. നമുക്കറിയാം 30 ഡിഗ്രി നോർത്ത്, 30 ഡിഗ്രി സൗത്ത്
ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ അല്ലെങ്കിൽ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ സോൺസ് നമ്മൾ വിളിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ നിന്ന് ഭൂമധ്യരേഖ ലക്ഷ്യമാക്കി അല്ലെങ്കിൽ ITCZ, ഭൂമധ്യരേഖ കൃത്യം ഭൂമധ്യരേഖയിലല്ല ITCZ വരുന്ന, ഭൂമധ്യരേഖയോട് ചേർന്നാണ്, തൊട്ടടുത്തായിട്ടാണ് ITCZ എന്ന മേഖലയുള്ളത്. അങ്ങോട്ടേക്ക് ഇതൊരു ലോ പ്രഷർ റീജിയൻ ആണ്, അങ്ങോട്ടേക്ക് വീശുന്ന കാറ്റാണ് ഈ കാണുന്ന ട്രേഡ് വിൻസ് എന്നറിയപ്പെടുന്ന കാറ്റ്. ഇതാണ് ട്രേഡ് വിൻസ്. കണ്ടോ, ട്രേഡ് വിൻസ്. എന്താണ് ട്രേഡ് വിൻസിൻ്റെ ഏറ്റവും വലിയ സവിശേഷത? ട്രേഡ് വിൻസിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അത് ഇരുഗോളങ്ങളിലും, രണ്ട് ഗോളങ്ങളിലും, നോർത്ത് ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും അത് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് വീശുന്ന കാറ്റാണ്. ഈസ്റ്റിൽ നിന്ന് എങ്ങോട്ടേക്ക് വീശുന്ന കാറ്റാണ്? വെസ്റ്റിലേക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രേഡ് വിൻസിനെ, വാണിജ്യവാദങ്ങളെ കിഴക്കൻ കാറ്റുകളെന്ന് വിളിക്കാറുള്ളത്. അത്രയും പിടി കിട്ടിയല്ലോ. അപ്പോൾ എൽനിന, ലാനിന പോലെയുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് എന്ത് കാറ്റുണ്ട്? ആ സ്ഥലങ്ങളിൽ എന്തുണ്ട്? ഇവിടെയാണ് എൽനിനയും ലാനിനയൊക്കെ ഉണ്ടാകുന്നത്. ഇക്വറ്റോറിയൽ പസഫിക്കിൽ അല്ലെങ്കിൽ അതിൻ്റെ തെക്ക് വശത്തുള്ള പസഫിക്കിൽ. അവിടെ കൂടുതൽ ഇമ്പാക്റ്റ് ചെലുത്തുന്ന കാറ്റ് ഏതെന്ന് ചോദിച്ചാൽ ട്രേഡ് വിൻഡ്. ട്രേഡ് വിൻഡ് ഡയറക്ഷൻ ഈസ്റ്റ് ടു വെസ്റ്റ്. അത്ര ആദ്യം ഒന്ന് മനസ്സിലാക്കിയോ? ഈസ്റ്റ് ടു വെസ്റ്റ്. സ്റ്റെപ്പ് നമ്പർ 1 ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ മനസ്സിലാക്കി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. നോക്കി, ഇത് പസഫിക് ഓഷൻ ആണെന്ന് വിചാരിക്കുക. പ്രത്യേകിച്ച് എൽനിനെയും ലാനിനെയൊക്കെ അഫക്റ്റ് ചെയ്യപ്പെടുന്ന ഇക്വറ്റോറിയൽ പസഫിക് ഓഷൻ്റെ ഭാഗമാണ് എന്ന് കരുതുക. ഇവിടെയുള്ള ഭൂഖണ്ഡങ്ങൾ നമുക്കൊന്ന് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാം. ഈ ഭാഗം സൗത്ത് അമേരിക്ക. ഇവിടെയുള്ള ഭൂഖണ്ഡം എന്ന് പറയുന്നത് ഏഷ്യയും ഓസ്ട്രേലിയയും. അതെങ്ങനെ ഞാൻ വരച്ചത്? ഇത് നോക്കിയിട്ടാണ് വരച്ചത്. ഉണ്ടോ? സൗത്ത് അമേരിക്ക പസഫിക്കിൻ്റെ കിഴക്ക് വശത്ത്, ഇവിടെ ഓസ്ട്രേലിയ, അതുപോലെ തന്നെ ഏഷ്യ. എന്നിട്ട് അതിനിടയ്ക്ക് പസഫിക് ഓഷനും ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സമുദ്രത്തിൻ്റെ ഉപരിതല ഭാഗം ഇതാണ് സമുദ്രത്തിൻ്റെ ഉപരിതലം എന്ന് കരുതുക. സമുദ്രത്തിൻ്റെ ഉപരിതല ഭാഗം എന്താണ് പ്രത്യേകത? ഉപരിതലം കൂടുതൽ ചൂട് പിടിച്ച് കാണപ്പെടും. അല്ലെങ്കിൽ ഉപരിതലത്തിന് താഴേക്ക് ഒരു നിശ്ചിത ആഴം വരെ ജലത്തിന് ചൂടുണ്ടാവും, അല്ലെങ്കിൽ ഉഷ്ണജലമായിരിക്കും. ആ ഉഷ്ണജലം അവസാനിക്കുന്ന ഭാഗം കണ്ടോ, അതിന് താഴേക്ക് സമുദ്രത്തിൻ്റെ അടുത്തിട്ട് വരെ പിന്നെ തണുപ്പ് കൂടി വരും. ഈ ഒരു ലെയറിനെ കണ്ടോ? ഈ ഒരു ലെയർ, അല്ലെങ്കിൽ ഇവരെ തമ്മിൽ വേർതിരിക്കുന്ന ഈ ഒരു ഭാഗം, ഉഷ്ണജലവും ശീതജലവും വേർതിരിക്കപ്പെടുന്ന ഭാഗം, അതിന് വിളിക്കുന്ന പേരാണ് തെർമോക്ലൈൻ റീജിയൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. അത്രയും കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ കോൾഡ് വാട്ടർ, ഇത് വാം വാട്ടർ. നമുക്കറിയാം എവിടെ നിന്ന്, ഇതാണ് ഈസ്റ്റ് പസഫിക് ഓഷൻ്റെ ഈസ്റ്റ് പോർഷൻ, ഇതാണ് പസഫിക് ഓഷൻ്റെ വെസ്റ്റ് പോർഷൻ ഇവിടാണ്. ഇവിടെ പ്രവെയിലിംഗ് ആയിട്ടുള്ള വിൻഡ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പ്രത്യേക സ്വാധീനം ചെലുത്തുന്ന കാറ്റ് ഏതാണ്? ഈ ഭാഗത്തെ പ്രധാനമായിട്ട് സ്വാധീനം ചെലുത്തുന്ന കാറ്റ് ട്രേഡ് വിൻസ്, വാണിജ്യവാദം. ആ വാണിജ്യവാദങ്ങൾ ഏത് ദിശയിലാണ്? ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക്. ഇങ്ങനെയല്ലേ വാണിജ്യവാദങ്ങൾ വീശുന്നത്, ട്രേഡ് വിൻസ് വീശുന്നത്? ഇത്രയും പിടി കിട്ടിയല്ലോ. ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് ട്രേഡ് വിൻഡ് വീശിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഇവിടുന്നൊക്കെ, ഈ ഭാഗത്തു നിന്നൊക്കെ ചൂടുജലം ഇങ്ങോട്ടേക്ക് കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ടാവും. അതായത് ഉഷ്ണജലം വെസ്റ്റിൽ വന്ന് കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യും, ഉഷ്ണജലം പടിഞ്ഞാറ് ഭാഗത്ത് കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യും. മനസ്സിലാക്കാൻ വേണ്ടി, നല്ല ചൂടുള്ള, അല്ലെങ്കിൽ നമ്മൾ ചായ കുടിക്കാൻ നേരത്ത് ഒരു കപ്പിൽ ചായ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ പതുക്കെ കുടിക്കുന്ന ഭാഗമുണ്ടല്ലോ, ചുണ്ടിങ്ങനെ ചേർത്ത് വെക്കുന്നത്, അവിടെ വെച്ച് നിങ്ങൾ ഊതിക്കുക, അങ്ങോട്ട് ഊതി എന്ത് സംഭവിക്കും? ആ ചായ നമ്മൾ ഊതുന്ന ദിശയിലേക്ക് മൂവ് ചെയ്യും, ആ സർഫസിലുള്ള ചായ അല്ലേ? ഇതേപോലെ തന്നെ കാറ്റ് ഒരു ദിശയിലേക്ക് ശക്തമായിട്ട് വീശിക്കഴിഞ്ഞാൽ അവിടെയുള്ള സർഫസിലുള്ള ഉപരിതലത്തിലുള്ള ജലത്തെ അത് ഏത് ദിശയിലേക്കാണോ കാറ്റ് വരുന്നത് അങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് നമുക്ക് നോക്കാം. ഒന്നുകൂടെ ഇത് വരയ്ക്കുന്നു. ഇവിടെ സൗത്ത് അമേരിക്ക, ഈ ഭാഗത്ത് ഏഷ്യയും ഓസ്ട്രേലിയയും. ഇത് ഉപരിതലം അല്ലേ? ഉപരിതലം. എന്താ സംഭവിച്ചത്? സർഫസിൽ നിന്ന് ഒരു നിശ്ചിത ആഴം വരെ വാം വാട്ടർ, ചൂട് ജലമുള്ള സ്ഥലം അല്ലെങ്കിൽ ഉഷ്ണജലമുള്ള സ്ഥലം, താഴോട്ട് കോൾഡ് വാട്ടർ. കാറ്റ് ഈ ഡയറക്ഷനിൽ ഇങ്ങോട്ട് വീശുന്നു. എവിടെ നിന്ന് എങ്ങോട്ട്? ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് ശക്തമായിട്ട് വീശുന്നു. തൽഫലമായിട്ട് എന്ത് സംഭവിക്കും? ഇവിടെയുള്ള ഉഷ്ണജലം
അല്ലേ? ഇവിടെ ഉണ്ടായിരുന്ന ഉഷ്ണജലം എങ്ങോട്ട് വരും? പതുക്കെ ഈ ഭാഗത്തേക്ക് വരും. അതായത് ഈ വെസ്റ്റേൺ റീജിയണിൽ ഉഷ്ണജലം കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഉഷ്ണജലം കടന്നു വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കോൾഡ് വാട്ടർ എങ്ങോട്ട് പോകും? ഇവിടെയുള്ള കോൾഡ് വാട്ടർ പതുക്കെ ഇങ്ങോട്ട് കയറി വരും. മനസ്സിലായോ? ഇവിടെയുള്ള കോൾഡ് വാട്ടർ പതുക്കെ ഇങ്ങോട്ട് കയറി വരും. അതായത് നമ്മുടെ എവിടെ നിന്നാണോ ഉഷ്ണജലം മാറ്റപ്പെട്ടത് അങ്ങോട്ടേക്ക് എന്ത് കടന്നു വരും? എന്നിട്ട് മുകളിലോട്ട് ഉയർന്നു വരും. കണ്ടോ? ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന കോൾഡ് വാട്ടർ ഇങ്ങോട്ടേക്ക്, ആ ഒരു വോയിഡ് ബാലൻസ് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് കോൾഡ് വാട്ടർ ഇങ്ങോട്ടേക്ക് ഉയർന്നു വരും. അപ്പോൾ എവിടെ നിന്നാണോ ഉഷ്ണജലം തള്ളി മാറ്റപ്പെട്ടത്, ഉഷ്ണജലം ഏത് ഭാഗത്തു നിന്നാണോ തള്ളി മാറ്റപ്പെട്ടത് അങ്ങോട്ടേക്ക് ചൂട് ജലം കടന്നു വരും. അപ്പോൾ ഇത്രയും ഭാഗത്ത് ഇവിടെ എന്ത് സംഭവിക്കും? ഈ ഭാഗത്ത് എന്ത് സംഭവിക്കും? ഈ ഭാഗത്ത് എന്ത് സംഭവിക്കും? ഇവിടെയെല്ലാം ഉഷ്ണജലം കൂടുതൽ വന്ന് നിറയുന്ന സാഹചര്യം ഉണ്ടാകും. കണ്ടോ? ഇവിടെ വെസ്റ്റേൺ റീജിയണിൽ ഉഷ്ണജലം കൂടുതൽ വന്ന് നിറയുന്ന സാഹചര്യം ഉണ്ടാകും. ഒരു അത്യാവശ്യം നല്ല ആഴം വരെ ഇവിടെ ഉഷ്ണജലമാണ്. ഇവിടെ എന്ത് കടന്നു വരും? ശീതജലം കടന്നു വരും. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ്. ഈ ശീതജലം കടന്നു വരുന്ന ഈ ഒരു മേഖല കണ്ടോ? ഈ ശീതജലം കടന്നു വരുന്ന ഈ ഒരു മേഖല അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് കണ്ടോ? ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്വെല്ലിംഗ്. അപ്പോൾ കാറ്റടിച്ച് ഉഷ്ണജലം നഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് അപ്വെല്ലിംഗ് നടന്ന് കോൾഡ് വാട്ടർ കടന്നു വരും, ശീതജലം കടന്നു വരും. കണ്ടോ? കാറ്റടിച്ച് ഉഷ്ണജലം നഷ്ടപ്പെട്ടിടത്തേക്ക് ആര് കടന്നു വരും? താഴെ നിന്ന്, സമുദ്രത്തിൻ്റെ അടിയിൽ നിന്ന് കോൾഡ് വാട്ടർ കടന്നു വരും, ആ ഒരു കുറവ് നികത്താൻ വേണ്ടി. ഈ അപ്വെല്ലിംഗ് നടക്കുന്ന സ്ഥലങ്ങളെല്ലാം ലോകത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഫിഷിംഗ് ഗ്രൗണ്ട്സ് ആണ്, മത്സ്യബന്ധന കേന്ദ്രങ്ങളാണ്. കാരണം എന്താണെന്നറിയോ? സമുദ്രജലത്തിൻ്റെ അടിയിൽ ധാരാളം ന്യൂട്രിയൻസ് ഉണ്ട്. സമുദ്രത്തിനടിയിൽ ധാരാളം ന്യൂട്രിയൻസ് ഉണ്ട് ഈ ഭാഗത്തൊക്കെ. ഈ അപ്വെല്ലിംഗ് നടക്കുമ്പോൾ ഈ ന്യൂട്രിയൻസും കൂടെ മുകളിലേക്ക് വരും. ഈ ന്യൂട്രിയൻസ് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പ്ലാങ്ക്ടൺസ് പോലെയുള്ള സാധനങ്ങൾ വളരും. ആ പ്ലാങ്ക്ടൺസ് ഈ ഫിഷിൻ്റെ അറിയാമല്ലോ, മത്സ്യങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണ്. ഈ പ്ലാങ്ക്ടൺസിൻ്റെ പ്ലവകങ്ങളെ കഴിക്കാനായിട്ട് ഈ മത്സ്യങ്ങൾ അങ്ങോട്ട് വരും. അങ്ങനെ ലോകത്തിലെ വലിയ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളായിട്ട് ഏത് സോൺസ് മാറ്റപ്പെടും? അപ്വെല്ലിംഗ് സോൺസ് മാറ്റപ്പെടും. ഇത്രയും പിടി കിട്ടിയില്ലേ? ഇനി ഇത് വെച്ചുകൊണ്ട് നമുക്ക് ന്യൂട്രൽ ഫേസ് ഒന്ന് പരിചയപ്പെടാം. അതായത് എൽനിനോയ്ക്കും ലാനിനയ്ക്കും മുമ്പുള്ള അതിൻ്റെ ന്യൂട്രൽ ഫേസ് നമുക്കൊന്ന് പരിചയപ്പെടാം. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിക്കോണം. ഇവിടെ ന്യൂട്രൽ അല്ലെങ്കിൽ നോർമൽ ഇയറിൽ എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ ട്രേഡ് വിൻഡ് ഇവിടെ വീശുന്നുണ്ട്. അതിൻ്റെ നോർമൽ സ്പീഡിൽ, ട്രേഡ് വിൻഡ് സാധാരണ സ്പീഡിൽ അത് വീശുന്നുണ്ട്. ഈ സർഫസിൽ നിന്ന്, ഉപരിതലത്തിൽ നിന്ന് ഉഷ്ണജലം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തള്ളി മാറ്റപ്പെടും, പുഷ് ചെയ്യപ്പെടും അല്ലേ? ഉഷ്ണജലം എവിടെ വന്ന് അക്യുമുലേറ്റ് ചെയ്തു? ഈ വെസ്റ്റേൺ റീജിയനിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്തു. അതാണ് റെഡ് കളറിൽ കാണിച്ചേക്കുന്നത്. ഏതൊക്കെ ഭൂഖണ്ഡങ്ങൾക്കടുത്തായിട്ട്? ഓസ്ട്രേലിയയ്ക്കും ഇവിടെ ഇന്തോനേഷ്യ കണ്ടില്ല, ഇന്തോനേഷ്യ, ഏഷ്യയ്ക്കും അടുത്തേക്കായിട്ട് ഈ കൂടുതലായിട്ട് എന്ത് വന്ന് അക്യുമുലേറ്റ് ചെയ്യപ്പെടും? വാം വാട്ടർ വന്ന് അക്യുമുലേറ്റ് ചെയ്യപ്പെടും. ഇങ്ങോട്ടേക്ക് ഈ ഭാഗത്തു നിന്നുള്ള ഉഷ്ണജലം ഇങ്ങോട്ടേക്ക് തള്ളി മാറ്റപ്പെട്ടതല്ലേ? അപ്പോൾ അവിടെ എന്ത് സംഭവിക്കണം? അപ്വെല്ലിംഗ് നടക്കണം. ഈ ഭാഗത്ത് അപ്വെല്ലിംഗ് നടക്കുന്നത് ഇവിടെ നീല നിറത്തിൽ കാണിച്ചേക്കുന്നുണ്ടോ? അങ്ങോട്ടേക്ക് കോൾഡ് വാട്ടർ കടന്നു വരും. കോൾഡ് വാട്ടർ കടന്നു വരുന്ന സ്ഥലങ്ങൾ ഫിഷിംഗ് ഗ്രൗണ്ട്സ് ആണ്. അതായത് സൗത്ത് അമേരിക്കയുടെ ഈ ചിലിയുടെ കോസ്റ്റ്, അതുപോലെ തന്നെ പെറുവിൻ്റെ കോസ്റ്റൊക്കെ എന്തുണ്ട്? ധാരാളം ശീതജലമുള്ള ഭാഗമാണ്. അപ്വെല്ലിംഗ് നടക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ഇഷ്ടംപോലെ മത്സ്യങ്ങളുണ്ട്. ഇതാണ് ന്യൂട്രൽ ഫേസ്. പക്ഷേ ന്യൂട്രൽ ഫേസിൽ ഒരു പ്രശ്നം കൂടെ, നമ്മൾ അടുത്തൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. ന്യൂട്രൽ ഫേസിൽ ഈ അപ്വെല്ലിംഗ് നടക്കുന്ന സ്ഥലങ്ങളിൽ എന്ത് കുറവാണ്? മഴ കുറവാണ്. ഡ്രോട്ടിൻ്റെ, വരൾച്ചയുടെ സാഹചര്യം അവിടെ കൂടുതലാണ്. എന്നാൽ ഉഷ്ണജലം കടന്നു വന്ന ഈ ഏഷ്യയുടെ ഇത് ഇമ്പാക്റ്റ് ഇന്ത്യ വരെ ഉണ്ട് കേട്ടോ. ഏഷ്യയുടെ ഈ ഓസ്ട്രേലിയയുടെയൊക്കെ പ്രദേശത്ത് കണ്ടോ, ഈ ഉഷ്ണജലം കടന്നു വന്ന ഏഷ്യയുടെ ഓസ്ട്രേലിയയുടെയൊക്കെ ഭാഗത്തോ നമുക്ക് മഴ ധാരാളം ലഭിക്കും. മഴ അത്യാവശ്യം നന്നായിട്ട് ലഭിക്കും. അതായത് നോർമൽ മൺസൂണൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ ന്യൂട്രൽ ഫേസിലാണ്. നോർമൽ മൺസൂണൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഈ ന്യൂട്രൽ ഫേസിലാണ്. വലിയ പ്രശ്നമൊന്നുമില്ലാത്ത ഒരു മൺസൂൺ. ഇവിടെയോ മഴയില്ല അല്ലേ? ഡ്രോട്ട് കൈൻഡ് ഓഫ് കണ്ടീഷനാണ്, വരൾച്ചയ്ക്ക് സമാനമായ ഒരവസ്ഥയാണ്. ഇതാണ് നോർമൽ ഫേസ്. ഇനി ഈ ചിലിയിലേക്ക് മത്സ്യത്തൊഴിലാളികൾ ചില ഡിസംബർ മാസത്തോടനുബന്ധിച്ചുള്ള ചില വർഷങ്ങളിൽ ഡിസംബർ മാസത്തോടനുബന്ധിച്ച സമയത്ത് നോർമലി തണുത്തിരിക്കുന്ന ഇവരുടെ സമുദ്ര ഉപരിതലം ചൂടാകുന്നതായിട്ട് കാണപ്പെട്ടു. ഇവരാണ് ആദ്യമായിട്ട് ഇതിന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ചിലിയിലേക്ക് മത്സ്യത്തൊഴിലാളികൾ ആദ്യമായിട്ട് ഇത് മനസ്സിലാക്കുന്നത്. അത് അവർക്ക് മത്സ്യങ്ങൾ കുറവുള്ള ഒരു ഫീല്, മത്സ്യങ്ങൾ കിട്ടാത്തൊരു ഫീല്. മാത്രമല്ല വെള്ളത്തിൻ്റെ ചൂട് കുറച്ച് കൂടുന്നു. സാധാരണ തണുത്തിരിക്കുന്ന ഉപരിതല ജലം കുറച്ച് ചൂടായിട്ട് കാണപ്പെടുന്നു അല്ലേ? ആ കണ്ടീഷനാണ് എൽ നിനോ. രണ്ടാമത്തത് എൽ നിനോ ഇയറിലാണ് ഇത് സംഭവിക്കുന്നത്. ഏകദേശം ഡിസംബർ മാസത്തിലാണ്
എൽനിനോ കടന്നു വരുന്നത്. അതുകൊണ്ട് ഉണ്ണി യേശു എന്നൊക്കെ ഒരു പേര് അതിന് കൊടുത്തത്. ക്ലിയർ? എന്തുകൊണ്ടാണ് സാധാരണ കോൾഡ് വാട്ടറുള്ള, ഇവിടെ നോക്ക്, ചിത്രം 2 നോക്ക്, ചിലിയുടെ, പെറുവിൻ്റെ അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയുടെ ഒക്കെ തീരത്ത് ഉഷ്ണജലം കാണപ്പെട്ടത്? എന്തുകൊണ്ടാണ് കാണപ്പെട്ടത്? അതായത് കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് ശക്തമായിട്ട് വീശുന്ന ഈ ട്രേഡ് വിൻഡ് ഒന്ന് ദുർബലമായതായി നിങ്ങൾ സങ്കല്പിച്ചേ, അവയുടെ ശക്തി കുറഞ്ഞതായിട്ട് സങ്കല്പിച്ചോ? എന്ത് സംഭവിക്കും? ഇവിടെ കുന്നുകൂടിയ അക്യുമുലേറ്റ് ചെയ്ത വാം വാട്ടർ എല്ലാം കൂടെ തിരിച്ചങ്ങോട്ടേക്ക് ഒഴുകിപ്പോകും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് നോക്കി, തിരിച്ചൊഴുകുന്നു, വാം വാട്ടർ തിരിച്ചൊഴുകുന്നു, ഇവിടെ വന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നു. കണ്ടോ? ആദ്യ കണ്ടീഷനിൽ നോർമൽ ഫേസിൽ, ന്യൂട്രൽ ഫേസിൽ ഇവിടെ അക്യുമുലേറ്റ് ചെയ്ത വാം വാട്ടർ ഇപ്പോൾ ഇവിടെ വന്ന് അക്യുമുലേറ്റ് ചെയ്തു, സൗത്ത് അമേരിക്കയുടെ ഒക്കെ ഭാഗത്തേക്ക് വന്ന് അക്യുമുലേറ്റ് ചെയ്തു. അപ്പോൾ എവിടെയായിരിക്കും അപ്പ് വെല്ലിംഗ് നടക്കുന്നത്? ഇവിടെ അപ്പ് വെല്ലിംഗ് നടക്കും. മനസ്സിലായോ? അതായത് നേരത്തെ മഴ ലഭിച്ചുകൊണ്ടിരുന്ന ഏഷ്യയുടെയും ഓസ്ട്രേലിയയുടെയൊക്കെ ഭാഗത്ത് ഇപ്പോൾ തണുത്ത വെള്ളം, അപ്പ് വെല്ലിംഗ് നടക്കുന്നു, കോൾഡ് വാട്ടർ മുകളിലേക്ക് ഉയർന്നു വരുന്നു. അവിടെ എന്ത് നടക്കുന്നു? അവിടെ മഴയില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു, വരൾച്ചയുടെ സാഹചര്യം ഉണ്ടാകുന്നു. അതായത് നമ്മുടെ മൺസൂണൊക്കെ വീക്ക് ആവുന്നു. നമുക്കൊരു വീക്ക് മൺസൂൺ ആയിരിക്കും ഈ സമയത്ത് ഇന്ത്യയിലേക്ക് ലഭിക്കുന്നത് ഒരു വീക്ക് മൺസൂൺ ആയിരിക്കും എൽനിനോയുടെ സമയത്ത്. എന്നാൽ മഴ കിട്ടാതിരുന്ന സൗത്ത് അമേരിക്കൻ തീരങ്ങളിലോ നല്ല മഴ ലഭിക്കുന്ന സാഹചര്യം. നമുക്കറിയാം, സൗത്ത് അമേരിക്കയിലെ ചിലി എന്ന രാജ്യത്തോട് ചേർന്നിട്ടാണ് അറ്റക്കാമ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമിയൊക്കെ ഉള്ളത്. ഈ മരുഭൂമിയിലൊക്കെ എന്താവും? മഴ കിട്ടും. പെട്ടെന്ന് അവർക്ക് ഫ്ലാഷ് ഫ്ലഡ്സ്, പെട്ടെന്നുള്ള വെള്ളപ്പൊക്കങ്ങളും മരുഭൂമിയിലൂടെയൊക്കെ വലിയ ഈ മഴ വെള്ളം വീണ് അല്ലെങ്കിൽ മഴവെള്ളം ഒഴുകി പോകുന്നൊരു സാഹചര്യമൊക്കെ വല്ലാണ്ടുണ്ടാവും. മഴ കൂടുതൽ ലഭിക്കുന്നതുകൊണ്ട് തന്നെ, നല്ല ചൂടുള്ള സ്ഥലത്ത് പെട്ടെന്ന് മഴ ലഭിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് അസുഖങ്ങൾ പടർന്നു പിടിക്കും. അവർക്ക് ഈ ഭാഗത്ത് മത്സ്യങ്ങളില്ലാതെ വരും, അവർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഒത്തിരി അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ഇവർക്കുണ്ടാവും, ഈ ഭാഗത്തുള്ളവർക്ക് ഉണ്ടാവും. എവിടെ? സൗത്ത് അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് എൽനിനോ. ഈ എൽനിനോടെ കൂളർ ഫേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, നെക്സ്റ്റ് ഫേസ് ആണ് ലാനിന. അതാണ് നമുക്ക് പറയാൻ പോകുന്നത്, അടുത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ടോപ്പിക്ക് അല്ലേ? ലാനിന എന്നാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. നോക്കിക്കോ, ട്രേഡ് വിൻസ് നോർമൽ ഇയറിൽ എത്ര ശക്തമായിരുന്നോ അതിൻ്റെ 10 ഇരട്ടി ശക്തി, അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് ട്രേഡ് വിൻഡ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ 100 ഇരട്ടി ശക്തിയിൽ അത് ശക്തമായിട്ട് വീശുന്നു. ട്രേഡ് വിൻഡ് ശക്തമായിട്ട് വീശുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് നോർമൽ ഫേസിൽ, ന്യൂട്രൽ ഫേസിൽ എത്ര വാം വാട്ടറിനെ കൊണ്ടുവന്നോ അതിൻ്റെ 10 ഇരട്ടി അല്ലെങ്കിൽ 50 ഇരട്ടി 100 ഇരട്ടി വാം വാട്ടർ എങ്ങോട്ടേക്ക് കടന്നു വരും? ഏഷ്യയുടെ ഭാഗത്തേക്കും ഓസ്ട്രേലിയയുടെ ഭാഗത്തേക്കും കടന്നു വരും. കേട്ടോ, ഇവിടെ റെഡ് കളർ മാർക്ക് ചെയ്തേക്കുന്നത് കണ്ടില്ലേ? എവിടെയൊക്കെയാണെന്ന് നോക്കി, എത്രമാത്രം സ്ഥലത്ത് അക്യുമുലേറ്റ് ചെയ്ത് നോക്കിക്കേ, അല്ലെങ്കിൽ എത്ര വലിയ പ്രദേശത്താണ്, അല്ലെങ്കിൽ എത്ര ഒരു വ്യാപ്തമുള്ള പ്രദേശത്താണ് അത് അക്യുമുലേറ്റ് ചെയ്തതെന്ന് നിങ്ങൾ നോക്കിക്കേ. കണ്ടോ? അതായത് നോർമൽ ഫേസിൽ, ന്യൂട്രൽ ഫേസിൽ എത്ര വാം വാട്ടർ കടന്നു വന്നോ അതിൻ്റെ 100 ഇരട്ടി വാം വാട്ടർ, ഉഷ്ണജലം ഓസ്ട്രേലിയയുടെയും ഏഷ്യയുടെയൊക്കെ ഭാഗത്തേക്ക് കടന്നു വരുന്നു. എന്തായിരിക്കും എഫക്റ്റ്? നമുക്ക് ഇന്ത്യയുടെയൊക്കെ കേസ് എടുക്കാം. ഇന്ത്യ തന്നെ ഇവിടെയുണ്ട് അല്ലെ, തൊട്ടടുത്തുണ്ട്. എന്ത് സംഭവിക്കും? ഇന്ത്യയിലേക്ക് എന്ത് സംഭവിക്കും? മൺസൂൺ ആകുമ്പോഴത്തേക്ക് അതിശക്തമായിട്ടുള്ള മഴയുണ്ടാവും. സാധാരണ മൺസൂണല്ല, വീക്ക് മൺസൂണല്ല, ഹെവി മൺസൂൺ അല്ലേ? ഇന്ത്യനെയൊക്കെ എങ്ങനെ ലാനിനെ അഫക്റ്റ് ചെയ്യും? മൺസൂൺ കാലത്ത് എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി മൺസൂൺ അഫക്റ്റ് ചെയ്യും അല്ലേ? ശക്തമായ മൺസൂൺ ഉണ്ടാവും, ശക്തമായ മഴക്കാലം ഉണ്ടാവും. എന്നാൽ നേരെ ഇവിടെ വെല്ലിംഗ് കുറച്ചും കൂടെ ശക്തമാവും. അതായത് കൂടുതൽ തണുത്ത ഇങ്ങോട്ടേക്ക് കടന്നു വരും. അത്രമാത്രം ഉപരിതലത്തിൽ നിന്ന് അത്രമാത്രം ഉഷ്ണജലം നീക്കം ചെയ്യപ്പെട്ടപ്പോൾ അത്രമാത്രം തണുത്ത ജലം ഇങ്ങോട്ടേക്ക് ഉയർന്നു വരും. മനസ്സിലായോ? അതായത് ഇവർ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വരൾച്ച, അവരനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള വരൾച്ച സൗത്ത് അമേരിക്കയിലെ പല സ്ഥലങ്ങളിലും ഉണ്ടാവും. അവർ ഓൾറെഡി അതിനോട് അഡ്ജസ്റ്റഡാ. കാരണം ഈ ഭാഗങ്ങളിൽ ന്യൂട്രൽ കണ്ടീഷൻ എന്താണ്? ഈ ഭാഗങ്ങളിലൊക്കെ വരൾച്ചയാണല്ലോ. പക്ഷേ അതിൻ്റെ ഒരു 10 മടങ്ങ് അല്ലെങ്കിൽ 50 മടങ്ങ് അല്ലെങ്കിൽ 100 മടങ്ങ് അധിക വരൾച്ച ഈ സ്ഥലങ്ങളിലുണ്ടാകും. ഇതിനെയാണ് നമ്മൾ ലാനിന എന്ന് വിളിക്കുന്നത്. ലാനിന മൺസൂൺ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി വിൻ്ററിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു നമുക്ക് നോക്കാം. ലാനിന എങ്ങനെയാണ് മൺസൂൺ സീസണിനെ അഫക്റ്റ് ചെയ്യുന്നത്? ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മൺസൂൺ സീസണിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്നാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി വിൻ്റർ സമയത്ത് എങ്ങനെയാണ് ലാനിന ഇന്ത്യനെ അഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, വിൻ്റർ സമയം നോക്കിക്കോണം. ഇതാണ് ഞാൻ അപ്പല്ലിംഗ് ഒക്കെ പറഞ്ഞത്. നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. തൽക്കാലം നമുക്ക് വിൻ്ററിനും കൂടെ അഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നോക്കിക്കോ, എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഇവിടുന്ന് ഉഷ്ണജലം അല്ലേ വലിയ തോതിൽ, ചെറിയ അളവിലൊന്നുമല്ല, വലിയ അളവിൽ ഉഷ്ണജലം ഇങ്ങോട്ടേക്ക് നീക്കം ചെയ്യപ്പെടുന്നു, ഇവിടെ അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നു. ഇത് ഡിസംബർ മാസമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസംബർ മാസം കൺസിഡർ ചെയ്യാം. ആദ്യം വിൻ്റർ വരുന്ന ഡിസംബറിലാണല്ലോ, അപ്പോൾ ഡിസംബർ മാസം കൺസിഡർ ചെയ്യാം. ഡിസംബർ മാസത്തിലെ ഒരു നോർമൽ ആയിട്ടുള്ള അവസ്ഥ എന്താണ്? ഡിസംബർ മാസം ഭൂമധ്യ രേഖയ്ക്ക് തൊട്ട് താഴെയുള്ള പ്രദേശം, അങ്ങോട്ടേക്കാണ് സൺറൈസ് കൂടുതൽ ലഭിക്കുന്നത്, ഇൻസൊലേഷൻ കൂടുതൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓൾറെഡി ഇവിടെ ഒരു ലോ പ്രഷർ ബിൽഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ ലാനിനയുടെ സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ വാം വാട്ടർ ഇങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ട് ഈ ലോ പ്രഷർ കുറച്ചും കൂടെ ഇൻറ്റൻസിഫൈ ചെയ്യും. ഇവിടെ നോർമലി ഉണ്ടാകുന്ന ലോ പ്രഷർ കുറച്ചും കൂടെ ഇൻറ്റൻസിഫൈ ചെയ്യും. നമുക്കറിയാമല്ലോ, ഡിസംബറിന് ശേഷം സൺറൈസ് കൂടുതൽ ലഭിക്കുന്നത്, സൂര്യൻ്റെ നേരിട്ടുള്ള പ്രകാശരശ്മികൾ കൂടുതൽ ലഭിക്കുന്നത് ദക്ഷിണാർദ്ധഗോളത്തിലേക്കാണ്. മാത്രമല്ല എൽനിനോ ആ വർഷം ഉണ്ടെങ്കിൽ കൂടുതൽ വാം വാട്ടർ ഇങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ട് സാധാരണയുള്ള ലോ പ്രഷറിനേക്കാൾ കൂടുതൽ ഒരു ലോ പ്രഷർ കണ്ടീഷൻ ഇവിടെ ഡെവലപ്പ് ചെയ്യും ദക്ഷിണാർദ്ധഗോളത്തിൽ. ഇതിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും? ഈ ഭാഗങ്ങൾ ഡിസംബർ മാസം കൂടുതൽ തണുത്താണ് കാണപ്പെടുന്നത്. ടിബറ്റൻ പീഠഭൂമിക്ക് മുകളിലോട്ടുള്ള സൈബീരിയ വരെയുള്ള സ്ഥലങ്ങൾ ടിബറ്റൻ പീഠഭൂമി തൊട്ട് സൈബീരിയ വരെയുള്ള സ്ഥലങ്ങൾ ഡിസംബർ മാസം ഓവർ കൂൾഡ് അല്ലെങ്കിൽ കോൾഡായിട്ട് കാണപ്പെടുന്ന സമയമാണ്. ഇവിടെയാണെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു ലോ പ്രഷർ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. സാധാരണ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ലോ പ്രഷർ. നമുക്കറിയാലോ, ഹൈ പ്രഷർ തണുത്ത പ്രദേശങ്ങൾ എന്താണ്? ഹൈ പ്രഷറാണ്. ചൂടുള്ള പ്രദേശങ്ങൾ എന്താണ്? ലോ പ്രഷറാണ്. അപ്പോൾ ലോ പ്രഷർ കുറച്ചും കൂടി ശക്തമാണെങ്കിലോ ഇവർക്ക് കൂടുതൽ ഇഷ്ടമാണ്. കാരണം ഇവിടെ നിന്നുള്ള വായു, ഇവിടുത്തെ തണുത്ത വായു ആണല്ലോ, ഈ തണുത്ത വായു ഈ ലോ പ്രഷർ ലക്ഷ്യമാക്കി ഇങ്ങോട്ടേക്ക് വരാൻ ശ്രമിക്കും. കണ്ടോ, ഈ ലോ പ്രഷർ ലക്ഷ്യമാക്കി ഇങ്ങോട്ടേക്ക് വരാൻ ശ്രമിക്കും. ഹിമാലയമുണ്ട്, ഹിമാലയം ഒരു ബാരിയറൊക്കെ ആണ് സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹിമാലയത്തോട് ചേർന്നുള്ള പല സ്ഥലങ്ങളിലും അതിശക്തമായ മഞ്ഞുവീഴ്ച ഉണ്ടാവും. ഹിമാലയത്തിന് താഴോട്ടുള്ള പ്രദേശങ്ങളിൽ തണുപ്പ് സാധാരണ അവസ്ഥയിൽ നിന്ന് കൂടുകയും ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ്. ഇപ്പോൾ ഹിമാലയം ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കൂടി നമ്മൾ തെക്കേ ഇന്ത്യയിലേക്കൊക്കെ എന്തുണ്ടായേനെ? നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള താപനില താന്നേനെ, അല്ലെങ്കിൽ തണുപ്പുണ്ടായേനെ ഇവിടെ. കണ്ടോ, ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാരണമാകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലാനിന എന്ന് പറയുന്ന പ്രതിഭാസം ഇന്ത്യനെ വിൻ്ററിൽ അഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇവിടെ പറഞ്ഞു തന്നത്. ഇനി ലാനിന പ്രതിഭാസം മൺസൂൺ ആകുമ്പോൾ എന്ത് സംഭവിക്കും? മൺസൂൺ കണ്ടീഷനിൽ ലാനിന പ്രതിഭാസം എന്ത് സംഭവിക്കും നോക്കിക്കോണം. മൺസൂൺ കണ്ടീഷനിൽ ജൂൺ മാസമാണല്ലോ, അപ്പോൾ ഇത് ഭൂമധ്യരേഖ. ജൂൺ മാസം സൂര്യപ്രകാശം കൂടുതൽ ലഭിക്കുന്ന എങ്ങോട്ടാണ്? ഉത്തരാർദ്ധഗോളത്തിലേക്ക്. നേരെ ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്ന് ഡയറക്റ്റ് ഇൻസുലേഷൻ ഉത്തരാർദ്ധഗോളത്തിൽ ലഭിക്കാൻ തുടങ്ങും. ദാറ്റ് മീൻസ് ഇന്ത്യയുടെ ഈ മധ്യഭാഗത്തൊക്കെ ആയിട്ട് ഒരു ലോ പ്രഷർ ഡെവലപ്പ് ചെയ്യും. ഇവിടെ ഒരു ലോ പ്രഷർ ഡെവലപ്പ് ചെയ്യും. ഇത് നമ്മൾ IT സീസൺ എന്ന് വിളിക്കുന്നത്. IT സീസൺ പതുക്കെ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ജൂൺ മാസമൊക്കെ ആകുമ്പോൾ IT സീസൺ പതുക്കെ സൗത്തിൽ നിന്ന് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇന്ത്യയുടെ ഭാഗത്തേക്കൊക്കെ വരും. ഇവിടെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഇവിടെ മസ്കറിൻ ഹൈ എന്നറിയപ്പെടുന്ന ഒരു ഹൈ പ്രഷർ റീജിയൻ ഉണ്ട്. ഇവിടെ നമ്മുടെ മഡഗാസ്കറിനോട് ആഫ്രിക്കയുടെ കിഴക്ക് വശത്തോടൊക്കെ ചേർന്ന് മസ്കറിൻ ഹൈ എന്നറിയപ്പെടുന്ന ഒരു ഹൈ പ്രഷർ റീജിയൻ ഓൾറെഡി ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഏത് മാസങ്ങളിലാണ്? ജൂൺ മാസത്തോടനുബന്ധിച്ച്. എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. അത് കുറച്ച് കോംപ്ലക്സ് ആണ്. മസ്കറിൻ ഹൈ എന്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തു എന്നുള്ളത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള സാധനമാണ്. എന്നാലും ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോ. നമുക്കറിയാം, ഇങ്ങോട്ടേക്ക് ഭൂമധ്യരേഖയുടെ ഭാഗത്തേക്ക് കൂടുതൽ വാം വാട്ടർ വരുമെന്ന് പറഞ്ഞായിരുന്നു. പസഫിക്കിൻ്റെ ഈസ്റ്റിൽ നിന്ന് പസഫിക്കിൻ്റെ വെസ്റ്റിലേക്ക് കൂടുതൽ വാം വാട്ടർ വരുമെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഈ വാം വാട്ടർ പതുക്കെ മുകളിലോട്ട് ഉയരും. വാം വാട്ടർ കാരണം ഇവിടുത്തെ വായു ചൂടാവും. ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയരും. ആ മുകളിലേക്ക് ഉയരുന്ന വായു മുകളിലെത്തി ഡൈവേർജ് ചെയ്ത് എവിടെ വന്നാണ് സബ്സൈഡ് ചെയ്യുന്നത്? ഈ മസ്കറിൻ ഹൈയുടെ ഭാഗത്ത് വന്ന് സബ്സൈഡ് ചെയ്യും. മനസ്സിലായില്ലെന്ന് എനിക്ക് പിടികിട്ടി. നോക്കാം, ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോണം. എന്താണ് ഈ പറഞ്ഞതെന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരുന്നോ? യെസ്, ഇതാണ് പറഞ്ഞത്. ഇത് സൗത്ത് അമേരിക്ക, ഇത് ഏഷ്യ അല്ലെങ്കിൽ ഓസ്ട്രേലിയ. പസഫിക്കിൻ്റെ ഈ കിഴക്ക് ഭാഗത്ത് നിന്ന് കൂടുതൽ വാം വാട്ടർ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുന്നു. പടിഞ്ഞാറ് ഭാഗത്തെത്തിയിട്ട് ഈ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇത് നമ്മുടെ ഏഷ്യ അല്ലെങ്കിൽ ഇന്തോനേഷ്യ കേട്ടോ, ഏഷ്യ, ഓസ്ട്രേലിയ, അങ്ങോട്ടേക്കൊക്കെ കൂടുതൽ വാം വാട്ടർ വരുന്നു. അത് ഇവിടെ വന്ന് അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നു വാം വാട്ടർ. അതിന് മുകളിലുള്ള വായു ചൂടാവുന്നു. ഈ ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയരുന്നു, അല്ലെ കൺവെക്ഷൻ നടക്കും. ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയരുമെന്ന് അറിയാമല്ലോ. മുകളിലെത്തിയിട്ട് അത് ഡൈവേർജ് ചെയ്യും. ഡൈവേർജ് ചെയ്ത് അത് രണ്ട് സ്ഥലങ്ങളിലേക്ക്, നോർത്തിലേക്കും സൗത്തിലേക്കും മാറ്റപ്പെടും. നോർത്തിലേക്കും സൗത്തിലേക്കുമാണ് വന്ന് ഡൈവേർജ് ചെയ്യുന്നത്. രണ്ട് ദിശയിലേക്ക് പോയി ഡൈവേർജ് ചെയ്യും. അങ്ങനെ
ആഫ്രിക്കയ്ക്കടുത്തുള്ള ഈ മഡഗാസ്കറിനോട് ചേർന്ന മസ്കറിൻ ദ്വീപുകളുടെ ഭാഗത്ത് വന്ന് ഇത് സബ്സൈഡ് ചെയ്യും. കണ്ടോ, ഈ വായു വന്ന് സബ്സൈഡ് ചെയ്യും. അതായത് ഇവിടെ ഒരു ഹൈ പ്രഷർ ഡെവലപ്പ് ചെയ്യും. അതാണ് ഞാനിവിടെ പറഞ്ഞു തന്നത്. നോക്കിക്കോ, എന്തുകൊണ്ട് ഇവിടെ ഒരു ഹൈ പ്രഷർ, മസ്കറിൻ ഹൈ എങ്ങനെ ഉണ്ടാവുന്നു എന്നാണ് പറഞ്ഞു തന്നെ. ഇവിടെ മസ്കറിൻ ഹൈ എങ്ങനെ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു തന്നെ. അപ്പോൾ ഇവിടെ ഒരു ഹൈ പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ലോ പ്രഷർ, ഇത് ഓൾറെഡി ITCs ആണ്, ഇത് ലോ പ്രഷറാണ്. അപ്പോൾ കാറ്റുകൾ പതുക്കെ ഈ ഹൈയിൽ നിന്ന് ലോയിലേക്ക് വരാൻ ശ്രമിക്കും. ഇത് ഭൂമധ്യരേഖ മറികടക്കുമ്പോൾ വലത്തോട്ട് ചെരിയും. കണ്ടോ, ഈ മസ്കറിൻ ഹൈയിൽ നിന്ന് വരുന്ന കാറ്റ് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡാണ്. അത് ഭൂമധ്യരേഖ മറികടക്കുമ്പോൾ വലത്തോട്ട് ചെരിയും. കണ്ടോ, ഇന്ത്യയിലേക്ക് വരുന്നതുണ്ടോ, ഇത് സൗത്ത് വെസ്റ്റ് മൺസൂൺ കാറ്റുകളായി മാറും. ഭൂമധ്യരേഖ മറികടക്കുമ്പോൾ ഇത് സൗത്ത് വെസ്റ്റ് മൺസൂൺ കാറ്റുകളായി മാറും. മാത്രമല്ല ഈ ഭാഗത്തൊക്കെ ഓൾറെഡി ലാനിന കണ്ടീഷൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം അതിന് മുകളിലൂടെ വീശുന്ന കാറ്റ് കൂടുതൽ ഈർപ്പത്തെ ക്യാരി ചെയ്യും. ആ ഈർപ്പവുമായിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഇവിടെ മുഴുവൻ എന്ത് കിട്ടും, മൺസൂൺ കാലത്ത് അതിശക്തമായ മഴ കിട്ടും. കണ്ടോ, ഇന്ത്യ മുഴുവൻ, പ്രത്യേകിച്ച് വെസ്റ്റേൺ കോസ്റ്റിൽ, കേരളം ഉൾപ്പെടുന്ന വെസ്റ്റേൺ കോസ്റ്റിൽ അതിശക്തമായിട്ടുള്ള മഴ കിട്ടും. അപ്പോൾ ഇത് ലാനിന കണ്ടീഷൻ ഇന്ത്യൻ മൺസൂണിനെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇതിന് തൊട്ട് മുമ്പ് ലാനിന കണ്ടീഷൻ ഇന്ത്യയിലെ വിൻ്ററിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. രണ്ടും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നുകൂടെ ലാനിന കണ്ടീഷൻ മാത്രം ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ലാനിന കണ്ടീഷൻ ആദ്യം ഞാൻ വിൻ്റർ എടുക്കാം. വിൻ്റർ കണ്ടീഷനിൽ എന്താ സംഭവിക്കുന്നത്, ഇത് വരയ്ക്കുന്നു. വിൻ്റർ കണ്ടീഷനിൽ ഈ ഭാഗത്ത് ITCs ഭൂമധ്യരേഖയ്ക്ക് താഴെയാണ്. വിൻ്റർ കണ്ടീഷനിൽ ITCs ഭൂമധ്യരേഖയ്ക്ക് താഴെയാണ്. അതായത് ഇവിടെ ഒരു ലോ പ്രഷറുണ്ട്. ഇനി ലാനിന കണ്ടീഷൻ പ്രിവെയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുതൽ വാം വാട്ടർ ഇങ്ങോട്ടേക്ക് വരുന്നു. ഓൾറെഡി ഇവിടെ സാധാരണ അവസ്ഥയിൽ നോർമലി ഉണ്ടാകുന്ന ലോ പ്രഷർ ലാനിന കണ്ടീഷനിൽ കൂടുതൽ വാം വാട്ടർ പടിഞ്ഞാറോട്ട് വരുന്നത് കൊണ്ട് തന്നെ, വെസ്റ്റിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലോ പ്രഷർ കുറച്ചും കൂടി ഇൻറ്റൻസിഫൈ ചെയ്യും. അല്ലേ, ഇത്തരത്തിൽ ഇൻറ്റൻസിഫൈ ചെയ്യപ്പെട്ട ഒരു ലോ പ്രഷറിലേക്ക് ടിബറ്റ് മുതൽ സൈബീരിയ വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു പ്രദേശത്തെ ഹൈ പ്രഷർ റീജിയൻ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. അല്ലെ, ഹൈ പ്രഷർ എയർ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. ഈ വായു പതുക്കെ ഈ ഒരു ലോ പ്രഷർ ലക്ഷ്യമാക്കി കടന്നു വരുന്നു. കണ്ടോ, സൈബീരിയയിൽ നിന്ന് അല്ലെങ്കിൽ ടിബറ്റിൽ നിന്ന് ഇന്ത്യയുടെ ഭാഗത്തേക്ക് കടന്നു വരുന്നു. ഹിമാലയത്തോടനുബന്ധിച്ച മേഖലകൾ വെച്ച് ഈ കാറ്റ് തടയപ്പെടും. അല്ലെങ്കിൽ അവിടെ വെച്ചൊരു ആ കാറ്റിന് ചെറിയ രീതിയിലുള്ള തടസ്സമുണ്ടാവും. അവിടെ നിന്ന് പല വിധത്തിൽ ക്രോസ് ചെയ്ത് വരുന്ന വിൻഡ് വീണ്ടും താഴേക്ക് വരും. അതുകൊണ്ടാണ് നോർമൽ നമുക്കുള്ള തണുപ്പിനേക്കാൾ കൂടുതൽ തണുപ്പ് തെക്കേ ഇന്ത്യയിലേക്ക് അനുഭവപ്പെടുന്നത്. കാരണം ഹിമാലയത്തിൽ ധാരാളം പാസസ് ഉണ്ട്. ഹിമാലയത്തിൻ്റെ വശങ്ങളിലൂടെ കടന്നു വരാം, ഹിമാലയത്തിൻ്റെ മുകളിലൂടെ തന്നെ ക്രോസ് ചെയ്ത് തിരിച്ച് വരാം. അല്ലെ, പല ഓപ്ഷൻസ് ഉണ്ട്. കാരണം ഇത് സർഫസ് ലെവൽ വിൻഡ് അല്ലല്ലോ, അത്ര സർഫസ് ലെവൽ വിൻഡ് അല്ല, അത്യാവശ്യം ഉയരത്തിലുള്ള വീശുന്ന കാറ്റാണ്. അപ്പോൾ അത് ഹിമാലയം ക്രോസ് ചെയ്തും താഴേക്ക് വരാം. പക്ഷേ ഹിമാലയത്തിൽ കൂടുതൽ തടയപ്പെടുന്നത് കൊണ്ട് തന്നെ ഹിമാലയത്തോടനുബന്ധിച്ച സ്ഥലങ്ങളിൽ മുഴുവൻ അതിശക്തമായ മഞ്ഞ് വീഴ്ച ഉണ്ടാവും. കേട്ടോ, ഈ കാറ്റുകൾ ഇങ്ങോട്ടേക്ക് വരും. കേട്ടോ, ഈ സ്ഥലം ആകർഷിക്കപ്പെട്ട് ഇങ്ങോട്ട് വരുന്ന കാറ്റുകളാണ്. ഇവിടെ വരുന്നത് എവിടുന്നാണ്, നല്ലപോലെ തണുത്ത സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നത്. ഹൈ പ്രഷർ ഇവിടെയല്ലേ, അതുകൊണ്ട് നല്ലപോലെ തണുത്ത സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ കൂടുതൽ മഞ്ഞ് വീഴ്ചയും സ്നോഫോളും അല്ലെങ്കിൽ തണുപ്പൊക്കെ ഉണ്ടാവും. ഇതാണ് വിൻ്ററിനെ അഫക്റ്റ് ചെയ്യുന്നത്. ഇനി ലാനിനെ എങ്ങനെ നമ്മുടെ മൺസൂണിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നേരെ തിരിച്ച് പഠിക്കണം. എങ്ങനെയാണ്, ആദ്യം ഭൂമധ്യരേഖ വരയ്ക്കാം. ഇവിടെ ഉണ്ടായിരുന്ന ITCs അല്ലെ, തെക്കുണ്ടായിരുന്ന ITCs ഇപ്പോൾ എങ്ങോട്ട് മാറി, തെക്കുണ്ടായിരുന്ന ലോ പ്രഷർ കണ്ടീഷൻ എങ്ങോട്ട് മാറി, വടക്കോട്ട് മാറി. പ്രത്യേകിച്ച് ഇന്ത്യയുടെ മധ്യഭാഗത്തേക്ക് മാറി ITCs അല്ലെങ്കിൽ ലോ പ്രഷർ കണ്ടീഷൻ ഇങ്ങോട്ട് മാറി. അല്ലേ, ലോ പ്രഷർ ഇങ്ങോട്ട് മാറിയപ്പോൾ ഇവിടുത്തെ ഹൈ പ്രഷർ, ഈ മസ്കറിൻ ഹൈ പോലെയുള്ള പ്രദേശങ്ങളിലുള്ള ഹൈ പ്രഷർ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. അവർ നേരെ വന്ന് ഇക്വേറ്റർ ക്രോസ് ചെയ്ത് കോറിയോലിസ് ഫോഴ്സ് കാരണം വലത്തോട്ട് ചെരിഞ്ഞ് ഇന്ത്യയിലേക്ക് വരും. കണ്ടോ, എന്താ ലക്ഷ്യമാക്കിയാണ് വരുന്നത്, ഈ ലോ പ്രഷർ ലക്ഷ്യമാക്കിയാണ് വരുന്നത്. ഈ കാറ്റുകൾ ഇത് വരുന്ന സ്ഥലത്ത് എല്ലാം എന്താണ്, ഉഷ്ണജലമാണ്, വാം വാട്ടറാണ്. ഈ വാം വാട്ടർ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ വാം വാട്ടറിൻ്റെ മുകളിലൂടെ വീശുന്ന കാറ്റ് കൂടുതൽ മോയ്സ്ചറിനെ അബ്സോർവ് ചെയ്യും. കാരണം ചൂടുവെള്ളമല്ലേ പെട്ടെന്ന് ബാഷ്പീകരിക്കപ്പെടത്തുള്ളൂ. ചൂടുവെള്ളം ഓവറായിട്ട് ബാഷ്പീകരിക്കപ്പെടത്തില്ലേ, ചൂടുജലം ഓവറായിട്ട് ബാഷ്പീകരിക്കപ്പെടത്തില്ലേ. അപ്പോൾ ഈ ബാഷ്പീകരിക്കപ്പെട്ട നീരാവിയുമായിട്ട്, അല്ലെ, ജലം ബാഷ്പീകരിക്കപ്പെട്ട നീരാവിയുമായിട്ട് ഈ കാറ്റുകൾ ഇന്ത്യയിലേക്ക് കടന്നു വരും. ഇന്ത്യ മുഴുവൻ നമുക്ക് മഴ കിട്ടും. ക്ലിയർ. അപ്പോൾ മൺസൂണിൽ നമുക്ക് എൻഹാൻസ്ഡ് റെയിൻഫോൾ, അതുപോലെ തന്നെ വിൻ്ററിൽ നമുക്ക് എൻഹാൻസ്ഡ് കോൾഡ്. അല്ലേ, ഇതാണ് എൽനിനോയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ട വസ്തുതകൾ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പെല്ലിങ്ങിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു, നോർമൽ ഇയറിൽ എന്ത് സംഭവിക്കുന്നത് ചർച്ച ചെയ്തു, ട്രേഡ് വിൻസിൻ്റെ ഡയറക്ഷൻ എങ്ങനെ സർഫസ് ലെവൽ വാട്ടറിനെ മൂവ് ചെയ്യിക്കുന്നു നമ്മൾ പഠിച്ചു, എൽനിനോ കണ്ടീഷനെ പറ്റി പഠിച്ചു. എൽനിനോ കണ്ടീഷനിൽ എവിടെ മഴ എവിടെ ഡ്രോട്ട് സാഹചര്യങ്ങളെ പറ്റിയൊക്കെ ചർച്ച ചെയ്തു. അടുത്ത് ലാനിനയെ പറ്റി പഠിച്ചു. ലാനിന വിൻ്ററിൽ എങ്ങനെ അഫക്റ്റ് ചെയ്യപ്പെടും, ലാനിന അതുപോലെ തന്നെ മൺസൂണിൽ എങ്ങനെ അഫക്റ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഇന്ത്യയിലെ മൺസൂണിനെ എങ്ങനെ ലാനിന ബാധിക്കും, ഇന്ത്യയിലെ വിൻ്ററിനെ എങ്ങനെ ലാനിന ബാധിക്കും എന്നുള്ളത് കൃത്യമായിട്ട് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യമായിട്ട് തന്നെയാണ് എല്ലാം പറഞ്ഞിട്ടുള്ളത്.
പിടികിട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്